ഹായ് ഫ്രണ്ട്സ്, എല്ലാ സർവകലാശാലകളിലും ഇനി ഒരേ സമയം വിദ്യാർത്ഥി പ്രവേശനം. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലുമാണ് അടുത്ത അധ്യയന വർഷം മുതൽ ഇങ്ങനെയൊരു തീരുമാനം വരുന്നത്. വിദ്യാർത്ഥി പ്രവേശനം ഇനി എല്ലാ സർവകലാശാലകളിലും ഒരേ സമയത്താവും. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരമാണിത്. ഇതിനായി +2 ഫലത്തിന് ശേഷം മെയ് പകുതിയോടെ വിജ്ഞാപനമിറക്കും. ജൂണിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കി ജൂലൈ 1-ന് ക്ലാസ് തുടങ്ങും. ഇത്തവണ സർവകലാശാലകളിൽ വെവ്വേറെ ആപ്ലിക്കേഷൻ ഉണ്ടാകും, അതായത് അപേക്ഷ ക്ഷണിക്കും. വൈകാതെ കെ-റിപ്പ് എന്ന പേരുള്ള ഏകീകൃത ഡിജിറ്റൽ ശൃംഖല യാഥാർത്ഥ്യമാക്കി ഒറ്റ പ്രവേശന രീതിയും വരും. അതായത് കഴിഞ്ഞ വർഷം വരെയും നടന്നതുപോലെ ഈ വർഷവും സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റികളെല്ലാം സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യും. അവരവരുടെ പോർട്ടൽ വഴിയായിരിക്കും, യൂണിവേഴ്സിറ്റി വഴി സെപ്പറേറ്റ് വിളിക്കും. എന്നാൽ വരും വർഷങ്ങളിൽ കെ-റിപ്പ് എന്ന പേരിൽ കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ഒറ്റ രീതിയിലായിരിക്കും, ഒറ്റ സമയം ഒന്നിച്ചായിരിക്കും ആപ്ലിക്കേഷനും ഓപ്ഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. ഇപ്പോഴുള്ള സെമസ്റ്ററിന് പുറമെ പൂർണ്ണമായും ക്രെഡിറ്റ് സമ്പ്രദായത്തിലേക്ക് മാറുന്നതിന് 4 വർഷ ബിരുദം ക്രെഡിറ്റ് കൈമാറ്റം വഴി വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലേക്കും സർവകലാശാലകളിലേക്കും മാറാനുള്ള അവസരം എന്നിവയുണ്ടാകും. ഓൺലൈൻ കോഴ്സുകൾ വഴിയും ക്രെഡിറ്റ് നേടാവുന്ന വിധത്തിൽ വഴക്കമുള്ളതാണ് ഈ പരിഷ്കാരം. ഇതുപ്രകാരം, അതായത് ഈ ഒരു ഏകീകൃത തീരുമാനപ്രകാരം പൊതു തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. ആദ്യ സെമസ്റ്റർ ജൂലൈ, ഒക്ടോബർ മാസങ്ങളിൽ, നവംബറിൽ പരീക്ഷ നടക്കും, ഡിസംബറിൽ ഫലം പ്രഖ്യാപിക്കും. ആദ്യ സെമസ്റ്ററിൻ്റെ. രണ്ടാം സെമസ്റ്റർ ഡിസംബർ, മാർച്ച് കാലാവധിയാണ്. ഏപ്രിൽ പരീക്ഷ, മെയ്യിൽ ഫലം വരും. തുടർന്നുള്ള ക്ലാസ്സുകൾ ജൂണിലും ഒന്നാം വർഷ ക്ലാസ്സുകൾ ജൂലൈയിലും. അതായത് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ജൂണിൽ തന്നെ ക്ലാസ് ആരംഭിക്കും. ഫസ്റ്റ് ഇയർ ആരംഭിക്കുന്നത് ജൂലൈയിലായിരിക്കും. വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ. കലോത്സവം ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ എന്നിങ്ങനെയാണ് ഏകീകൃത തീരുമാനം. ഇതെല്ലാ സർവകലാശാലകളും ഒരേ രീതിയിൽ നടപ്പാകും. ഇത്തവണ ആപ്ലിക്കേഷൻ കഴിഞ്ഞ വർഷം പോലെ സെപ്പറേറ്റ് തന്നെയായിരിക്കും, പക്ഷേ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഒരേ രീതിയിൽ പോകും. വരും വർഷങ്ങളിൽ ഏകീകൃത അലോട്ട്മെൻറ്റ് സിസ്റ്റവും വരുമെന്നാണ് അറിയുന്നത്. എന്തായാലും 4 ഇയേഴ്സ് ക്രെഡിറ്റ് സെമസ്റ്റർ രീതിയിലുള്ള 4 വർഷ ഡിഗ്രി ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഒക്കെ ആരംഭിക്കുന്നതോടുകൂടി ഇത്തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ വരുന്നു. എല്ലാം വിദ്യാർത്ഥികൾക്ക് അനുകൂലവും സഹായകരവും കൂടുതൽ ഫ്ലെക്സിബിളായ രീതിയിലുമാണ്. കാത്തിരിക്കാം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണാനായി.